വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വുമൺ CPO മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? പ്രസ്താവനകൾ നോക്കാം. 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. അത് തെറ്റായ പ്രസ്താവനയാണ്. P. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. അത് ശരിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അത് ശരിയാണ്. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. അതും ശരിയായ പ്രസ്താവനയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2, 3, 4 ശരി. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി K. കേളപ്പൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ എന്നിവരായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് P. കൃഷ്ണപിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട 4 സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ തന്നിരിക്കുന്നു. അവ ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 C, 2 D, 3 A, 4 B. രണ്ടാം വട്ടമേശ സമ്മേളനം 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു 1939. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു 1922. ബർദോളി സത്യാഗ്രഹം 1928. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. അത് തെറ്റാണ്. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. നെക്സ്റ്റ്, 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. അത് തെറ്റാണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2, 4 ശരി. 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തിയത്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷന്റെ ചെയർമാനാണ് സ്റ്റഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 23 കറാച്ചിയിലെത്തിയത്. ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പെദ്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അതിൽ പെദ്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ. ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൻ പദ്ധതി രൂപവൽക്കരിച്ചത് 1947 ജൂൺ 3 അതുകൊണ്ട് തന്നെ മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ജൂൺ 3 പ്ലാൻ, ബാൽക്കൺ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ A വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി B വിഭാഗം ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തത് കാൺപൂർ നാനാ സാഹിബ്. ആരാന്നുള്ളിടത്ത് ഡാഷ് ആണ്. അതുപോലെ തന്നെ ഡൽഹി ബഹദൂർ ഷാ, ബറൌട്ട് ഡാഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി കൻവർസിംഗും ഷാമലും. ബറൌട്ട്, പർഗാന എന്നിവിടങ്ങളിൽ ഷാമലായിരുന്നു. ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ കൻവർസിംഗ് ആണ്. ഡൽഹിയിൽ ബക്തുഖാനും ബഹദൂർ ഷാ രണ്ടാമനും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അത് തെറ്റാണ്. ലോകവ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. അത് ശരിയാണ്. ലോകവ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അത് തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 3 തെറ്റ്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ഈ ഡിസംബർ 10 UN മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോകവ്യാപാര സംഘടന സ്ഥാപിതമായത് 1995 ജനുവരി 1. ആസ്ഥാനം ജനീവ. വ്യാപാരത്തിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് ഒരു കോഡ് പോലെ ഓർത്തു വയ്ക്കുക. ഇന്ത്യ അംഗമായത്, ലോകവ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1. വന്നപ്പോൾ തന്നെ ഇന്ത്യ അംഗമായിരുന്നു. ലോകവ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് ഘാട്ട് കരാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാക്കുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്?
ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബസാൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജസ്ഥാന് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിര കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സത്ലജ്. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ബക്രാനങ്കല്. ബക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണി അറിയപ്പെടുന്നതാണ് ഗോവിന്ദ് സാഗർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൊടൈക്കനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ലക്ഷദ്വീപ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം? ആൻസർ വരുന്നത് ഓപ്ഷൻ എ 107. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, GDP നിരക്ക് വർദ്ധിച്ചു, അത് ശരിയാണ്. നെക്സ്റ്റ്, വിദേശ നാണയ ശേഖരണം വർദ്ധിച്ചു, അതും ശരിയാണ്. കൃഷിയിൽ പുരോഗതി ഉണ്ടായി, അത് തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ്, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു, അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ലോക വ്യാപാര സംഘടന ജനീവ, അത് ശരിയാണ്. ലോക ബാങ്ക് വാഷിംഗ്ടൺ, അതും ശരിയാണ്. അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ, അതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ് എന്നുള്ളതാണ്. ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനില, ഫിലിപ്പൈൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ നരേന്ദ്രമോദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി പീച്ചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, അത് ശരിയാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, അതും ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിൽ ആശ്രയത്വം കുറഞ്ഞു, അതും ശരിയാണ്. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു, അതും ശരിയാണ്. അപ്പോ ആൻസർ എന്താണ്? എല്ലാം ശരിയാണ്. 1, 2, 3, 4 പ്രസ്താവന ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1950. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു, അത് ശരിയാണ്. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവയാണ്, അത് തെറ്റാണ്. നെക്സ്റ്റ്, സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് നടന്നത്, അതും ശരിയാണ്. ആൻസർ വരുന്നത് 1, 3 പ്രസ്താവനകൾ മാത്രം ശരി. പ്രസ്താവന 2 തെറ്റാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനകളിലൂടെയും നിശ്ചയിച്ചു. ഓരോ പ്രവിശ്യയിലും ജനസംഖ്യാനുപാതികം അനുസരിച്ചാണ് സീറ്റുകൾ വീതിച്ചു നൽകിയിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കേരള ലോകായുക്ത. കേരളത്തിലെ നിലവിലെ ലോകായുക്ത N അനിൽകുമാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ഒരു വ്യക്തിയെയും ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല, അത് ശരിയാണ്. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല, അതും ശരിയാണ്. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല, അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പദ്ധതി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ നവകേരള സദസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. അത് ശരിയാണ്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അതും ശരിയാണ്. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കും. അത് തെറ്റാണ്. കേവല ഭൂരിപക്ഷത്തിലാണ് സ്ഥാനാർത്ഥിക്ക് നമ്മൾ നേരിട്ട് വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പ്രസ്താവന 3 തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, നിരാമയ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഒന്നാമത്തെ പ്രസ്താവന, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അത് ശരിയാണ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതത് സംസ്ഥാന ഗവർണർമാർക്കാണ്. അതും ശരിയാണ്. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാം. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, പ്രസ്താവന 3 തെറ്റാണ്. സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നതിനുള്ള അതേ നടപടിക്രമത്തിലൂടെയാണ് CAGയെയും പുറത്താക്കേണ്ടത്. അതായത് പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിന് അദ്ദേഹത്തിനെ പുറത്താക്കാം. മോശം പെരുമാറ്റമോ പ്രാഗൽഭ്യക്കുറവോ ആണ് അദ്ദേഹത്തെ പുറത്താക്കേണ്ടതിന്റെ കാരണങ്ങൾ. CAG രാജിക്കത്ത് നൽകേണ്ടത് പ്രസിഡന്റിനാണ്. CAGയെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റിന് മുന്നിലാണ് CAG സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. CAGയുടെ കാലാവധി 6 വർഷം 65 വയസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. പ്രസ്താവനകൾ നോക്കാം. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. അത് ശരിയാണ്. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. അതും ശരിയാണ്. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. അതും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 73ാം ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 40 ആയിരുന്നു. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് 73ാം ഭേദഗതി അവതരിപ്പിക്കപ്പെട്ടത്. 73ാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ 73ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം 9. 1993 ഏപ്രിൽ 24-നാണ് 73ാം ഭേദഗതി നിലവിൽ വന്നത്. ആ ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നവ ഏതൊക്കെയാണ്? വനം, തൊഴിലാളി സംഘടനകള്, വിദ്യാഭ്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അറ്റോർണി ജനറൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമോദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 76. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അറ്റോർണി ജനറലിന്റെ കാലാവധി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും അറ്റോർണി ജനറലിന് അധികാരമുണ്ട്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും സാധിക്കുന്ന പാർലമെന്റ് അംഗമല്ലാത്ത ഒരേ ഒരു വ്യക്തിയാണ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലിന് പാർലമെന്റിൽ വോട്ടവകാശമില്ല, പങ്കെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു പാർലമെന്റ് അംഗത്തിന് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും അദ്ദേഹത്തിന് ലഭിക്കുന്നു. നിലവിലെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ട രമണി. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം. വധശിക്ഷ, ജീവപര്യന്തം തടവ്, പിഴ. ഇവ 3 ലഭിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A എന്ന ആൾ Bയെ കൊല്ലുന്നതിനു വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം C എടുത്തു കുടിച്ചു മരിച്ചു.
ഇവിടെ എ ചെയ്ത കുറ്റം എന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കുറ്റകരമായ നരഹത്യ. നെക്സ്റ്റ്, വാക്യം 1. 7 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. വാക്യം 2. ചില കേസുകളിൽ 7 മുകളിൽ എന്നാൽ 12 താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പീനൽ കോഡ് 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തികൾ കുറ്റകരമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, കോവിഡ് രോഗി രോഗവിവരം മറച്ചുവെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏത്? നോക്കാം. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ, ക്യാബിനറ്റ് ഡോക്യുമെന്റുകൾ, കോപ്പിറൈറ്റ് മുതലായ ബൗദ്ധിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, എ, ബി, സി. 3 വിവരങ്ങളും എന്താണ്? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാക്യം 1. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങളിൽ ആർക്കും അവകാശമുണ്ട്? വാക്യം 2. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിന്റെ നിർവചനത്തിൽ പെടുത്തിയിട്ടില്ല? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, സെക്ഷൻ 2K പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കോഗ്നിസബിൾ കുറ്റം എന്നാൽ എന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പോലീസ് ഓഫീസർക്ക് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0 FIRനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ഓപ്ഷൻ ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷനുകളും ശരിയാണ്. നോക്കാം. സീരിയൽ നമ്പർ ഇടാതെ ഒരു കുറ്റം റിപ്പോർട്ട് ചെയ്യാനുള്ള ഉപാധിയാണ് 0 FIR. ഏത് പോലീസ് സ്റ്റേഷനിലും കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഉപാധിയാണ് 0 FIR. അഥവാ ഒരു പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്താൻ വിസമ്മതിച്ചാൽ സൂപ്രണ്ട് ഓഫ് പോലീസിന് പരാതി കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തെ വിവരിക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, മജിസ്ട്രേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയുടെ ജനനതീയതിയെക്കുറിച്ചുള്ള തെളിവിനായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിലെ ആ സമയത്തെ ഡ്യൂട്ടി ഡോക്ടറായിരുന്ന പിന്നീട് മരണപ്പെട്ടുപോയ അയാളുടെ ഡയറി സ്വീകരിക്കണം എന്ന് വാദിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനം എടുക്കാൻ പ്രസക്തമാകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഏത് സെക്ഷനാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സെക്ഷൻ 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്യം 1. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 44 പ്രകാരം ഒരു പ്രത്യേക വിഷയത്തിൽ വിദഗ്ധമായ വ്യക്തിയുടെ അഭിപ്രായം കോടതിക്ക് തെളിവായി സ്വീകരിക്കാം. അടുത്ത വാക്യം, ഒരാളുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു സൈക്യാട്രിസ്റ്റിന്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 45 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വാക്യം 2 മാത്രം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, കൊഗ്നിസിബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വാക്യങ്ങളിൽ ഏറ്റവും ശരിയായത് തെരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആൻഡ് ബി. നോക്കാം. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കാൻ അവസരം കൊടുക്കണം. ന്യായമായ കാരണങ്ങൾ കൊണ്ട് കോടതിക്ക് പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടണം. നെക്സ്റ്റ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരമുള്ള കുറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുകെട്ടപ്പെടും? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 6 വർഷം. നെക്സ്റ്റ്, ഏതു പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗികാതിക്രമ കുറ്റത്തിന് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കപ്പെടുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ സി 16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾ ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ കൊടുത്തിട്ടുള്ള ഏത് വകുപ്പിന്റെ ലംഘനമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സെക്ഷൻ 67A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ സെക്ഷൻ 43. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.